നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे. നമുക്ക് 2026 വേണ്ടി ചില പുതിയ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ചും എടുക്കണം. हमें 2026 के नए साल में हमारे जीवन में कुछ बातों का निर्णय बड़े दृढ़ता से लेना होगा. ആ തീരുമാനത്തിൽ അവസാനത്തോളം നമ്മൾ ഉറച്ചു നിൽക്കുകയും വേണം. और उस निर्णयों में हमें अंत तक दृढ़ रहना भी पड़ेगा. 2026 അവസാനിക്കുന്നത് വരെയല്ല, കർത്താവ് വരുവോളം ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. 2026 के अंत तक नहीं, जब तक प्रभु का आगमन ना हो तब तक उन निर्णयों में हमें दृढ़ रहना होगा. എല്ലാവരും തീരുമാനങ്ങൾ എടുക്കും. सभी लोग निर्णय लेते हैं. വർഷാവസാനം വരുമ്പോൾ പറയും എനിക്കൊന്നും നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. साल के अंत में गवाही भी दे देंगे कि मैं कोई भी निर्णय नहीं पूर्ण कर पाया. ആരും തീരുമാനം ഒന്നും പറഞ്ഞിട്ടില്ല. कोई भी कोई निर्णय नहीं कहा. മനസ്സിൽ തീരുമാനം ഉണ്ടായിരുന്നോ എന്നും എനിക്കറിയില്ല. और मन में निर्णय लिया है क्या वो भी नहीं पता. ആരെ കൊണ്ടും പേഴ്സണലി തീരുമാനം എടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാറുമില്ല. और किसी को मैंने इस तरह दृढ़ कहता भी नहीं कि आप ये निर्णयों को लें. അതിന്റെ ഒരു കാരണം ഇതാണ്. उसका एक कारण ये है. അന്നേരം അത് പറയും, പിന്നെ അത് വെള്ളത്തിലെ വര പോലെ മാഞ്ഞു പോകും. और तब तो वो कह देंगे, बाद में पानी में जिस तरह लकीर लगाते हैं वैसे वो बुझ भी जाएगा. ഞാൻ ആദ്യം ശുശ്രൂഷയ്ക്കായി പോയ ഒരു സഭയുണ്ട്. मैं पहली बार कलीसिया में जहाँ सेवकाई में गया था. അവിടെ വർഷാവസാനത്തിന്റെ മീറ്റിംഗ് ഇങ്ങനെയാണ്. साल का अंत का सभा इस समान रहा. പുതിയ വർഷം വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, പാട്ട് പാടും. सब नए साल के शुरुआत में खड़े हो जाएंगे, गीत गाएंगे. ആ കൂടെ തന്നെ ഓരോ സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് കയറി നിൽക്കും. और साथ साथ एक कदम आगे भी बढ़ाकर खड़े हो जाएंगे. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. क्यों करते हैं मुझे नहीं पता. പുതിയ വർഷത്തെ സ്വീകരിക്കാനാണോ, ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ ദൈവത്തോട് അടുക്കുന്നു എന്നാണോ? नए साल को स्वीकारने हैं क्या, परमेश्वर के साथ एक कदम और नजीक आना है क्या, पता नहीं. അങ്ങനെ സ്റ്റെപ്പ് വെക്കുകയായിരുന്നെങ്കിൽ വെച്ച് അവരെല്ലാവരും പുറത്തേക്ക് പോകേണ്ടവരാ. और ऐसे अगर कदम लगाते रहते तो सब कदम लगा लगा कर बाहर ही चले जाते. സ്റ്റെപ്പ് വെച്ച പലരും അവിടെ ചർച്ചിന്റെ അടുത്തുള്ള സിമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. और कदम जिन्होंने लगाया था उनमें से कुछ लोग तो उसी कलीसिया के सेमेट्री में अंतिम विश्राम कर रहे हैं. കുറെ വർഷങ്ങൾക്ക് ശേഷം ചിലരൊക്കെ ഷാരോന്റെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് അവിടെ പോയി. और कुछ सालों के बाद तो कुछ भाई और विश्वासी तो शारोन के दूसरे कलीसिया में चले गए. എന്താണേലും കാല് വെച്ച് വളരെ ശുഷ്കിച്ചു പോയി. कुछ भी कहो, कदम बढ़ा बढ़ा कर बहुत ही थक चुके हैं. എഴുന്നേറ്റ് നിവരെ നിൽക്കാൻ ത്രാണിയില്ലാത്തതും വടിയുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റാത്തതുമായ ഒരു 15 പേര് അവശേഷിച്ചിട്ടുണ്ട്. अब तो वहां केवल ऐसे 15 लोग बच गए हैं जो खड़े रहने के लिए अपने आप से खड़े नहीं रह सकते और ना रीढ़ की हड्डी में मजबूती है. അപ്പോ ഇങ്ങനെയൊക്കെ എന്തേ സംഭവിക്കുന്നത്? ऐसे क्यों हो जाते हैं? തീരുമാനവും സ്റ്റെപ്പും ഒക്കെ വെക്കുന്നുണ്ട്, അത് പ്രായോഗിക ജീവിതത്തിൽ നടപ്പാകുന്നില്ല എന്നുള്ളതാ. निर्णय तो हम ले लेते हैं लेकिन हमारे प्रायोगिक जीवन में उसको अमल हम नहीं कर पाते हैं. ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി കൺവെയറിൽ ഓടാറുണ്ട്. और जो तंदुरुस्ती और स्वस्थ के लिए हम कन्वेयर बेल्ट में दौड़ते भी हैं. ഓടുന്നയാളിന്റെ ഹാർട്ടിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ആ ബെൽറ്റിന്റെ സ്പീഡ് കൂടുകയും ആളിന്റെ ഓട്ടത്തിന് और സ്പീഡ്. जैसे व्यक्ति का दिल का धड़कन की क्षमता है उस हिसाब से उस बेल्ट का जो स्पीड बढ़ता और कम होता है. സമയം തീരുമ്പോൾ കയറിയ ഇടത്ത് തന്നെ ഇറങ്ങിയേച്ച് തിരിച്ച് വീട്ടിലോട്ട് और പോകും. समय खत्म हो जाए तो जहां से चढ़े थे वहीं पे वो उतर कर घर भी चले जाते हैं. അതുപോലെ വണ്ണം കുറയ്ക്കാനുള്ള സൈക്കിൾ അഭ്യാസം നമ്മൾ और കണ്ടിട്ടുണ്ട്. ऐसे ही मोटापा कम करने के लिए साइकिल चलाने वाले भी दिखते हैं. ആ റോഡിൽ കൂടെ ഓടാത്ത സൈക്കിൾ വീട്ടിൽ ഉറപ്പിച്ചു വെക്കും. और सड़क से दौड़ ना पाए ऐसे साइकिलों को घर पर लगा कर रखते हैं. അതേ കയറി ആഞ്ഞ് ചവിട്ടി വിയർത്തിട്ട് പോയി നന്നായിട്ട് ആഹാരം കഴിക്കും. और उसमें बड़े पसीना बहा बहा कर पैडल लगाते हैं और उसके बाद जाकर खाना भी खाते हैं. ജീവിതത്തിൽ നടപ്പാക്കാത്ത തീരുമാനങ്ങളൊക്കെ കയറിയിടത്ത് തന്നെ ഇറങ്ങുന്ന ഓട്ടമാണ്. जीवन में जो निर्णय लेते हैं उसे पूर्ण ना कर पाए वो इसी समान होते हैं कि जहां चढ़े वहीं उतर गए. അപ്പൊ നമ്മുടെ ഓട്ടം ഒന്നും കയറിയിടത്ത് തന്നെ ഇറങ്ങുന്നതാകരുത്. और इसलिए हमारे दौड़ ऐसे ना बन जाए कि जहां चढ़े वहीं उतरे. ലക്ഷ്യസ്ഥാനത്ത് ചെന്നിട്ടേ ഇറങ്ങാവുള്ളൂ. लक्ष्य तक पहुंच कर ही हमें उतरना होगा. അപ്പോൾ നമുക്ക് ഈ വർഷത്തിന് വേണ്ടി എടുക്കേണ്ട ഒരു പ്രധാന और തീരുമാനം, इसलिए इस साल हमें एक जो प्रधान या निर्णय लेना है. 2 വാക്യം നമുക്ക് വായിക്കാം. 2 कलम हम पढ़े. മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം, मरकस का सुसमाचार 12वां अध्याय അതിന്റെ 44-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. उसका 44वां कलम हम जरा पढ़े.
हिंदी। പതിനാലിന്റെ 8 മർക്കോസ് 14 का 14:8 8 भी पढ़े मरकस का। പ്രൈസ് ദി ലോർഡ്. ഇവിടെ രണ്ട് സഹോദരിമാർ ചെയ്ത കാര്യമാണ്. यहाँ दो बहनों ने जो काम किया वो हमने पढ़ा। ഒരാള് തനിക്കുള്ളതും മുഴുവനും നിക്ഷേപിച്ചു. एक ने तो अपने जीवन की सारी जीविका को डाल दिया। രണ്ടാമത്തെ സഹോദരി എന്താ ചെയ്തത്? തന്നാൽ ആവതി ചെയ്തു. और दूसरी बहन ने जो उससे हो सका वो सारी बातें कर दी। അപ്പോൾ ഈ പുതിയ വർഷത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകണം, ഉള്ളതും മുഴുവനും ദൈവത്തിന് കൊടുക്കുക. और इसलिए इस नए साल में हमें इस समान का निर्णय लेना है कि जो कुछ हमारे पास है वो पूरी रीत से हम प्रभु को दें। രണ്ടാമത്തേത് തന്നാൽ ആവതി ചെയ്യുക. और दूसरा अपने से जितना बनता है उतना हम करें। അവര് ഇട്ട പോലെ പണമിടുന്ന കാര്യമോ തൈലം പൂശുന്ന കാര്യമോ ഒന്നുമല്ല ഞാൻ നിങ്ങളോട് उन्होंने പറയുന്നത്. जैसे धन डाला या इत्र डाला उसकी बातें नहीं करता मैं। ഉള്ളതും മുഴുവനും കൊടുത്ത് തന്നാൽ ആവത് ചെയ്യാൻ ഒരു തീരുമാനം ഉണ്ടാകണം. जो कुछ है वो सारी बातों को दे देना और जितना हमसे हो सके उतना हम प्रभु के लिए कर पाए। ഉള്ളത് മുഴുവനും കൊടുത്ത് തന്നാൽ ആവത് ചെയ്യുക എന്ന് പറയുമ്പോൾ और जो कुछ अपने पास से वो पूरा देकर अपने पूरे क्षमता से करने को कहे तो നമ്മളെ മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തിന്റെ ഹിതം നമ്മാൽ ആവത് നിവർത്തിക്കുവാൻ നമ്മൾ हम സമർപ്പിക്കപ്പെടുക. अपने आप को पूर्ण रीत से प्रभु को समर्पण करते हुए उसकी हित को हम पूर्ण कर पाए। അതിനായി നമ്മൾ സമർപ്പണമുള്ളവരാകും. उसके लिए हमें अपने आप को समर्पण करना होगा। ഇന്ന് പകൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകണം. ऐसा एक निर्णय हम सब और मैं भी उसमें शामिल हूं, यहाँ से उठकर जाए उससे पहले करना ही होगा। പല കാര്യങ്ങളും നമ്മൾ തീരുമാനമെന്ന് പറയുന്നെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് നടപ്പാക്കാതെ പോകുന്നതാണ് कई പരാജയം. बातों को हम इस समान निर्णय तो लेते हैं लेकिन हमारे व्यक्तित्व जिंदगी में उससे अमल नहीं कर पाते हैं। ഒരിക്കലും തീരുമാനം തന്നെ നടപ്പാവുകയില്ല. कभी भी निर्णय स्वयं से पूर्ण नहीं होता। അത് ഓരോ വ്യക്തികളും മനഃപൂർവമായി തന്നെ നടപ്പാക്കണം. एक एक व्यक्ति को अपने आप से चाहकर इसको पूर्ण करना होगा। ഒരുപക്ഷെ പിൻപിൽ നിന്ന് നിർബന്ധിക്കുവാൻ ആൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. हो सकता है ऐसा जरूरत नहीं कि कोई आपको उसके लिए विवश कर पाए। നമ്മൾ തന്നെ ദൈവാത്മാവിനാൽ ഉത്സാഹിപ്പിക്കപ്പെട്ടവരായി തീരുമാനത്തിൽ ഉറച്ചു നിന്ന് തീരുമാനം നടപ്പാക്കണം. हमें परमेश्वर की आत्मा में ही भरते हुए उत्साह के साथ अपने निर्णयों को पूर्ण करना है। നമ്മളെ മുഴുവനായി കൊടുത്തുകൊണ്ട് നമ്മളാൽ ആവത് നമ്മൾ ദൈവത്തിനു വേണ്ടി ചെയ്യുന്നവരാകണം. हमारी पूरी बातों को देते हुए हमसे जो कुछ बन पाए वो प्रभु के लिए हमें करना है। അതാണ് ദൈവം നമ്മളിൽ നിന്ന് वही ആഗ്രഹിക്കുന്നത്. तो प्रभु हमसे भी चाहता है। അതിൽ കുറഞ്ഞതൊന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. उसमें से और कुछ भी कम प्रभु हमसे नहीं चाहता ഈ है। കാര്യത്തിൽ നമ്മൾ അത്യുത്സാഹികളായിരിക്കണം. और इन बातों के लिए हमें बहुत ज्यादा उत्तेजित ഈ रहना കാര്യത്തിൽ होगा। നമ്മൾ വീഴ്ച വരുത്തുവാൻ പാടില്ല. इन बातों में हम कभी भी गिर ना जाएं। അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. यही बातें प्रभु हमसे भी चाहते हैं। ഇനി മുൻപോട്ട് ഞാൻ പറയുവാൻ പോകുന്ന വിഷയങ്ങൾ എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും अब जो मैं സംസാരിക്കുന്നത്. बातें कहने वाला वो सारी बातें इन्हीं बातों के साथ मिलते हुए मैं ഓരോ कहता हूँ। കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറഞ്ഞ ആദ്യ ഭാഗം നിങ്ങളുടെ ഹൃദയത്തിൽ एक ഉണ്ടാകണം. एक बात जब कहूँ तो शुरुआत में जो मैंने कही बातें आपके हृदय में बनी रहे। ഉള്ളത് മുഴുവനും കൊടുക്കുക, തന്നാൽ ആവതി ചെയ്യുക. अपने से पूर्ण रीत से दे दो और अब से जितना हो सके उतना हम करें। അങ്ങനെ ഒരു കാര്യം നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ऐसे एक बात को क्या हमने सोचा है? ഉള്ളത് മുഴുവനും കൊടുത്തിട്ട് തന്നാൽ ആവത് ദൈവത്തിനു വേണ്ടി ചെയ്യുക. जो कुछ है वो पूर्ण रीत से प्रभु को देते हुए प्रभु को जो चाहिए वो सारी बातें अपने पूर्ण क्षमता से करें। ദൈവത്തിന്റെ സഭയ്ക്കായിട്ട് ചെയ്യുക. प्रभु की कलीसिया के लिए करें। ശേഷം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുക. उसके बाद मानवता के लिए करें। സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. हम एक कलम पढ़ें। സദൃശവാക്യം 19:13 വാക്യം. नीति वचन 19:13. 19 का 13।
പ്രൈസ് ദി ലോർഡ്. മൂഢനായ മകൻ എന്ന് പറയുന്നതിലും ഇച്ചിരൂടെ നമുക്ക് മനസ്സിലാകുന്നത് മണ്ടനായ മകൻ എന്നാണ്. और जो अकल ना हो ऐसा पुत्र कहे, उससे अच्छा और समझ पाएंगे कि हम मूर्ख पुत्र कहें. അവൻ അപ്പന് നിർഭാഗ്യം എന്നാണ് പറയുന്നത്. और वो पिता के लिए तो निर्भाग्य हैं. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ബുദ്ധിയുള്ള മക്കളാണ്. हम सब पिता परमेश्वर के बुद्धि रखने वाले संतान हैं. ദൈവം നമ്മെ നോക്കുമ്പോൾ ബുദ്ധിയുള്ളവരായിട്ട് കാണണം. प्रभु हमें देखे तो हम में बुद्धिमान लग पाए. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്ന് നമ്മൾ यहोवा വായിക്കുന്നു. भक्ति ज्ञान की शुरुआत, जिसके पास ज्ञान नहीं उसको ज्ञान देने वाला है. സദൃശവാക്യത്തിലും സങ്കീർത്തനത്തിലും ഈ കാര്യം പറയുന്നു. भजन संहिता में और नीति वचन में इन बातों को कहा गया है. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ബുദ്ധി കുറവുള്ളവൻ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിച്ചു കൊള്ളുക. प्रेरित याकूब कहता है, जिसके पास बुद्धि नहीं है, जो परमेश्वर भरपूरी में देता है, उससे वो मांग ले. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മുഴുവനും നമ്മൾ ആവോളം ചെയ്യുവാൻ കഴിവില്ലാത്തവരുണ്ടെങ്കിൽ അതിനായിട്ട് ഇന്ന് പകല് ദൈവത്തോട് ചോദിച്ചു കൊള്ളുക, ദൈവം സഹായിക്കും. इसलिए पहले जो मैंने कहा कि अपनी पूरी बातों से और जितनी क्षमता उतना से करने, यदि ना हो तो प्रभु से मांग ले, वो प्रभु हमें सहायता करेगा. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഒരിക്കലും മൂഢന്മാരോ മണ്ടന്മാരോ ആയി ജീവിക്കരുത്. परमेश्वर के दृष्टि में कभी भी हम मूर्ख या अज्ञान न बन पाए. അപ്പനുണ്ടാക്കുന്നത് മുഴുവനും നഷ്ടപ്പെടുത്തുന്ന മകനാണെങ്കിൽ അവനെ മൂഢനെന്നോ മണ്ടനെന്നോ വിളിക്കാം. पिता जो कुछ संपत्ति बनाते हो सब नष्ट करने वाला पुत्र है, तो उसको मूर्ख या अज्ञान നമ്മുടെ कहेंगे. സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്നതിനെ നമ്മൾ നശിപ്പിക്കുന്നുവോ സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. हमारे स्वर्गीय पिता ने जो हमें दिया, क्या हम उसे हम नाश करते हैं? संजो कर आगे बढ़ते रहें. സ്നേഹം എന്നുള്ളത് ദൈവത്തിന്റെ ദാനമായി നമുക്ക് തന്നതാണ്. प्रेम जो है वो परमेश्वर ने दान रूपी में दिया है. അതിന് നമ്മൾ ആവോളം നമ്മൾ പരിശ്രമിക്കുന്നു. उसके लिए क्या हम सबसे ज्यादा यत्न करते हैं? നമ്മളാൽ ആവത് അതിനു വേണ്ടി ചെയ്യുന്നുവോ? क्या हम उसके लिए जितना बन पाए कर पाते हैं? അതോ സ്നേഹത്തിന്റെ ലെവലേശം പോലും ഇല്ലാത്തവരായി മൂഢന്മാരായി ജീവിച്ചു या പോവുകയാണോ? प्रेम का थोड़ी भी बातें ना होते हुए मूर्ख के समान जीते हैं? ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത്. कभी भी हमारे जीवन में ऐसी गति ना हो. രണ്ടാമത്തെ കാര്യം ആ സദൃശവാക്യത്തിൽ പറയുന്നത് ഭാര്യയുടെ വഴക്ക് തീരാത്ത ചോർച്ച പോലെ എന്നാ പറയുന്നത്. दूसरी बातें जो नीति वचन में कहते हैं कि पत्नी के झगड़े रगड़े जो है सदा टपकने के समान है. അപ്പം വീടിനും സഭയ്ക്കും ചോർച്ച വരുത്തുന്ന പരിപാടി എന്ന് പറയുന്നത് വഴക്കാണ്. और कलीसिया में हो या घर पे हो, जो टपकने वाली बातें कहें तो वो झगड़ा ही होता है. വഴക്ക് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചോർച്ച വലുതാക്കിക്കൊണ്ടേയിരിക്കും. और यदि कोई भी है जो झगड़ा बनाता है या उत्पन्न करता है, तो ये टपकने वाली बातों को बढ़ावा देता है. മഴയും വെയിലും തണുപ്പുമേൽക്കാതെ ജീവിക്കുവാനുള്ള സുരക്ഷിത സ്ഥാനമാണ് ഒരു വീടെന്ന് പറയുന്നത്. और जो तूफान आंधी या गर्मी जो है या बारिश से बचकर रहने वाली जगह होती है घर. ആ വീടിന്റെ റൂഫ് എത്ര സ്ട്രോങ് ആണേലും നമുക്കതിന് കീഴ്ത്തെ ഉണ്ടാക്കാം. और वो छत कितना भी मजबूत हो, हम चाहे तो उसमें छेद कर सकते हैं. അതിന്റെ മുകളിൽ ആരും കൊണ്ടുവന്ന് ഒരു ബോംബ് വിടണ്ട. और उसके ऊपर किसी को बॉम्ब डालने की जरूरत नहीं. വീട്ടിലുള്ള സഹോദരിമാർ വിചാരിച്ചാൽ മതി റൂഫിന് കീഴ്ത്തയിടാം. घर की बहनें चाह ले तो छत में काना छेद हो ही जाएगा. ആ ബോംബിന്റെ പേരാണ് വഴക്കെന്ന് और പറയുന്നത്. वही बॉम्ब का नाम है झगड़ा. അമ്മയും മക്കളും കൂടെ പക്ഷം ചേർന്ന് അപ്പനെ ഒറ്റപ്പെടുത്തുന്ന വീടുകൾ. माँ और बच्चे एक हो जाते हैं, पिता को अकेला कर दे ऐसा घर. ചിലയിടത്ത് അപ്പനും മക്കളും കൂടെ കൂടി അമ്മമാരെ ഒറ്റപ്പെടുത്തും. कहीं तो पिता और बच्चे एक हो जाएंगे, माँ को अलग कर देंगे. അപ്പൊ ഈ വഴക്കുകളെല്ലാം എന്തു വരുത്തുകയാണ്? വീടിന്റെ റൂഫിന് കിഴുത്ത വീഴിക്കുക, മഴ പെയ്യുമ്പോ വെള്ളം വീഴുമെന്ന്. और ये झगड़े क्या करते हैं? छत में छेद कर देते हैं. बारिश आएगा तो उसमें से पानी टपकना शुरू हो
जाएगा। അക്ഷരാർത്ഥത്തിൽ റൂഫിന് കിഴുത്തയൊന്നും വീഴുന്നില്ല. साक्षात रूप में छत में कोई छेद नहीं गिरता। പിന്നെ എവിടെയാണ് കിഴുത്ത फिर വീഴുന്നത്? कहाँ छेद होता है? ആ ഛത്തിന് കീഴിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിന്റെ അകത്താണ് उस ഛേദുണ്ടാകുന്നത്. छत के नीचे रहने वाले एक एक व्यक्ति के हृदय में ये छेद हो जाता है। അവിടെ വേദനയും അസന്തുഷ്ടിയും അസമാധാനവുമായിരിക്കും. वहां दर्द, असंतुष्टि और समाधान नहीं रहता। അവിടെ എന്നാ പറയുക, ഒരു സന്തുലിത അവസ്ഥയും ഉണ്ടാവുകയില്ല. वहां पे कोई भी शांति की अवस्था नहीं मिलेगी। അസ്ഥിരത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. अस्थिरता ही वहां पे मिलती എന്നെ रहेगी। കേൾക്കുന്ന ആരെങ്കിലും രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ വഴക്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വീടിന് വിള്ളൽ ഉണ്ടാക്കുകയാണ്. और मुझे सुनने वाले कोई भी चाहे सामाजिक रूप से गुप्त रूप से झगड़ा करते हो तो आपके घर के छेद का कारण आप हो। ഇന്നൊരു തീരുമാനമുണ്ടാകണം. यहाँ एक आज निर्णय हो जाए। ഇന്നുകൊണ്ട് എന്റെ വീടിന്റെ ആ വിള്ളൽ ഞാൻ എന്താ പറയാ പൂരി തോർസെ ठीक करेंगे. മുഴുവനായിട്ട് ഞാൻ അത് ശരിയാക്കും. आज एक आप निर्णय ले लो कि आज से मैं उस घर पे जो भी दरार हुआ है उसे पूर्ण रीत से ठीक कर दूंगा। ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും എല്ലാം ഏതു കാര്യം വേണമെങ്കിലും പരസ്പരം സംസാരിക്കാം. पति पत्नी या बच्चे जो भी बातें कहने एक दूसरे से कह सकते हैं അർഹിക്കുന്ന ഗൗരവത്തോടെ സംസാരിക്കാം. और गंभीरता से भी कह सकते हैं, പക്ഷേ അത് വഴക്കായിട്ട് രൂപാന്തരപ്പെടരുത്. लेकिन वो झगड़े के रूप में ना बदल जाए। പൗലോസ് പറയുന്ന സ്നേഹത്തിന്റെ ആത്മാവിൽ സത്യം സംസാരിപ്പീൻ पौलुस എന്നാണ്. कहता है कि स्नेह की आत्मा में रहते हुए सत्य बातें कहें। ഒരു വീടിന്റെ മേൽക്കൂര ചോർന്നാൽ എന്ത് സംഭവിക്കും? एक घर का छत में से पानी टपकना शुरू हो जाए तो क्या ആദ്യം होगा? അത് ചെറിയ തുള്ളികളായി താഴത്തേക്ക് വരും. पहले तो बूंद बूंद के रूप से नीचे गिरता रहेगा ആ ചെറിയ തുള്ളികളെ നമ്മൾ അടച്ചു വെച്ചില്ലെങ്കിൽ ആ വിള്ളൽ വലുതായി വരും. और वो बूंद गिरने वालों को अगर ढक ना दे तो और ज्यादा दरार हो जाएगा। വഴക്കിന്റെ ഒരു ചെറിയ ആരംഭമെന്ന് തോന്നുമ്പോൾ അതിനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ വിള്ളൽ വലുതായി തീരും. झगड़े का छोटा सा शुरुआत को शुरुआत में ही खत्म ना कर दो तो बड़ा दरार हो പിന്നെ जाएगा। തുള്ളികളല്ല, മഴ പെയ്യുമ്പോൾ ആ മുഴുവൻ വെള്ളവും കൂടെ ആ വീട്ടിലേക്ക് फिर वो വീഴുകയാണ്. बूंद नहीं गिरता, बारिश गिरेगा तो पूरा पानी उस घर में गिर जाता है। കാശ് മുടക്കിയ വീട് കൊണ്ട് യാതൊരു പ്രയോജനവും पैसे खर्च करके घर बनाने में कोई फायदा नहीं रह जाएगा। അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും. उस घर का उनका चैन और नींद बिगड़ जाएगा। പിന്നെ അവരുടെ സുരക്ഷിതത്വം ഇല്ലാതെ പോകും. उनकी सुरक्षिता भी खो जाएगा। ചോർച്ചയുള്ള വീട്ടിൽ താമസിച്ചിട്ടുള്ളവർക്ക് അവിടുത്തെ കാര്യം എന്താണെന്നറിയാം. जिन घरों में टपकने वालों में आप अगर रहते हो तो वहां की तकलीफ आप जानते हो। ചിലപ്പോൾ നല്ല വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു പോകും. कभी कभी अच्छे अच्छे कपड़े गीले हो जाएंगे, കുഞ്ഞുങ്ങളുടെ ബുക്കും പുസ്തകവും എല്ലാം നനഞ്ഞു बच्चों के പോകും. किताब गीले हो जाएंगे, അവിടെ പല നഷ്ടങ്ങളും कई സംഭവിക്കും. सारी बातों के नष्टता हो जाएगी। ദൈവം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് പരസ്പരം കലഹിക്കുക എന്നുള്ളത്. परमेश्वर कभी ना पसंद करे वो है कि एक दूसरे के बीच में कलेश करें। അപ്പോൾ അങ്ങനെയുള്ള കാര്യം അവസാനിപ്പിക്കാൻ എന്നാൽ ആവോളം ഉള്ളത് മുഴുവനും കൊടുത്ത് ഞാൻ എന്ത് ചെയ്യും? അത് അവസാനിപ്പിക്കുമെന്ന് ऐसी തീരുമാനം. बातों को खत्म करने के लिए मुझ में जो कुछ है वो सारी बातें और जो कितना हो सके उतना मैं करूंगा। രണ്ടാമത്തെ വിള്ളൽ ഉണ്ടാക്കുന്നത് दूसरा जो दरार करता है അനുസരണക്കേടാണ്. आज्ञाकारी है। ആത്മീയ അലസത അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. आत्मिकता में जो आलसपन दिखाते हैं वो प्रभु को कभी पसंद नहीं है। തുടർമാനമായ അനുസരണക്കേട് ദൈവത്തിന് നമ്മളോട് നീരസമുണ്ടാക്കുന്ന और കാര്യമാണ്. निरंतर जो हम उनके आज्ञाओं का पालन ना करें वो प्रभु हमसे वो खेद करता है। ശൗൽ രാജാവിന്റെ ജീവിതത്തിൽ തുടർമാനമായ അനുസരണക്കേടുണ്ടായി. शाऊल राजा की जिंदगी में देखे तो निरंतर वो आज्ञाओं का पालन नहीं करता। ദൈവത്തിന് അവനെ കുറിച്ച് നീരസമുണ്ടായി. और परमेश्वर को उससे नाराजगी हुई। ആത്മാവിൽ ആരംഭിച്ച് അവൻ ഒരു വാളുകൊണ്ട് ഗിൽബോവ പർവ്വതത്തിൽ തീർന്നുപോയി. आत्मा में जिसने शुरू किया था अपना जीवन देखो एक तलवार के रूप से वो पर्वत में मर जाता है। തുടർച്ചയായ അനുസരണക്കേടിനെ കുറിച്ച് ദൈവവചനം എന്ന് പറയുന്നു. और आज्ञाकारी की बातों के बारे में जो परमेश्वर निरंतर कहता है, 15:23 വാക്യം. पहला शमूएल 15 का 23वां कलम। അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി ദൈവത്തിന് വിധേയപ്പെട്ട് അനുസരിക്കും.
और इसलिए मैं पूर्ण रीत से परमेश्वर के अधीन रहकर उसके आज्ञाओं का पालन करूंगा। ദൈവത്തെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കും. परमेश्वर पे ध्यान देना ये हमारे जीवन का सबसे उत्तम बात है, इसलिए मैं ज्यादा ध्यान दूंगा। നമ്മുടെ മുഴുവൻ കഴിവുകളും അതിനുവേണ്ടി നമ്മൾ मैं പ്രയോജനപ്പെടുത്തണം. हमारी सारी जो योग्यताएं काबिलता है उसके लिए हमें उपयोग करना है। നമ്മൾ ആവോളം ഉള്ളത് മുഴുവനും ചിലവാക്കി ദൈവത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നവരാകണം. हम में जितना कुछ है सारी बातों को खर्च करते हुए परमेश्वर की बातों को हम सुनने वाले बने। അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? അവനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. और उसको क्या किया गया? उस वजह से उसे राजगद्दी से हटा दिया गया। അതിന്റെ അവസാനത്തെ കുറിച്ച് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു. इसके अंत को मैंने शुरुआत में ही कह दिया। ഗിൽബോവ പർവ്വതത്തിൽ അവൻ വാള് നാട്ടി നിർത്തി അതിന്മേൽ വീണു എന്നൊക്കെ നമ്മൾ और വായിക്കുന്നുണ്ട്. हम पढ़ते हैं कि पर्वत में जो है तलवार के बल गिरकर वो मर जाता है। തുടർച്ചയായ അനുസരണക്കേട് ജ്യോതിഷം നോക്കുന്നത് പോലെയാണെന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. पढ़ा तो मुझे ये समझ आया कि निरंतर जो हम अनुशासन का पालन नहीं करते वो ज्योतिष को मिलने जैसा हो गया है। ആഭിചാരം എന്നാണ് वो പറഞ്ഞിരിക്കുന്നത്. जो गलत बातों बुरी बातों के समान कहा गया है। പക്ഷേ ജ്യോതിഷം എന്നാണ് നക്ഷത്രശാസ്ത്രം നോക്കുക എന്നാണ് ശരിക്കും അത് മനസ്സിലായി लेकिन വരുന്നത്. सच में कहे तो ज्योतिष के साथ तारों के हिसाब से जीवन की बातों को देखने समान हो जाता है। അടുത്തത് മൂർത്തികളെയും ഗൃഹബിംബങ്ങളെയും സേവിക്കുക എന്നാണ്. और दूसरा तो मूर्ति पूजा करने समान हो गया है या गृह देवताओं की सेवा करने जैसा हो गया है। ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ എല്ലാം വീടുകളിൽ അവർ സൂക്ഷിച്ചു ये വച്ചിരിക്കുകയാണ്. बात जो कही गई वो सारी बातों को उन्होंने अपने घरों में संजो के रखा है। ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ എന്ത് ചെയ്യുകയാണ്? ജ്യോതിഷം നോക്കി അതിന്റെ ശാസ്ത്രം എഴുതി വെക്കുകയാണ്. एक बच्चा जन्म होता ही क्या है? ज्योतिष क्या है? तारों को देखकर उसके भविष्य की बातों को लिख रखता है ജീവിത അവസാനം വരെ അതനുസരിച്ചാണ് और പോകുന്നത്. जीवन के अंत तक उसी का पालन कर वो चलता है അത് ദൈവം വെറുക്കുന്ന കാര്യമാണ്. और वो परमेश्वर कभी पसंद नहीं करता। അതുപോലെയാണ് നമ്മൾ ദൈവത്തോട് തുടർമാനം അനുസരണക്കേട് കാണിക്കുന്നത്. ऐसा ही है निरंतर जब हम परमेश्वर के आज्ञाओं का पालन नहीं करते പിന്നെ മൂർത്തികളും ഗൃഹബിംബങ്ങളും फिर मूर्तियां और गृह देवताएं। ഒരു ചേച്ചി പണ്ട് വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു പോകുന്നപ്പം ഗൃഹബിംബം അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന കാര്യം और एक നമുക്കറിയാം. बहन को हम जानते हैं जो ब्याह करके आई तो उसके घराने के ग्रह देवताओं को लेकर आई थी। അപ്പം പുറകെ ഓടി വന്നു. पिता उसके पीछे दौड़ते हुए आया ഒട്ടകത്തിന്റെ കോപ്പിനകത്ത് അത് പാത്തു വെച്ചു. और अपने तंबू के छावनी के नीचे उसने छुपा कर रख दिया। അതിന്റെ മുകളിൽ കയറിയിരുന്നു. उसके ऊपर वो बैठ गई ഗൃഹബിംബം അന്വേഷിച്ചു വന്നപ്പോ പറഞ്ഞു എനിക്കിപ്പോ എഴുന്നേക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. और गृह देवताओं को खोज कर पिता आया तो कहा अब मैं उठ नहीं पा रही। അപ്പൊ ഇതുപോലെയാണ് തുടർമാനമായ ദൈവത്തോടുള്ള അനുസരണക്കേടെന്നാണ് ദൈവവചനം നമ്മളെ परमेश्वर का പഠിപ്പിക്കുന്നത്. वचन यही सिखाते कि ऐसा ही होता है जब निरंतर हम परमेश्वर की आज्ञाओं का पालन नहीं करते। നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു അനുസരണക്കേടിനെ കുറിച്ചല്ല. हमारे जीवन में कभी कभी जो आज्ञाओं का पालन नहीं करते वो बातें नहीं है ये। ചിലരുണ്ട് എത്ര വീണാലും മതി വരാത്തവരുണ്ട്. कुछ लोग होते हैं कितना भी गिर जाए काफी नहीं होता അവരങ്ങനെ വീണുകൊണ്ടേയിരിക്കും. और ऐसे गिरते ही चले जाते हैं। അത് മഴ സമയത്തെ വീടിന്റെ ചോർച്ച പോലെയാണ് അവരുടെ വീഴ്ച उस എന്ന് പറയുന്നത്. बारिश के समय उस छत के समान है जिसमें छेद है അത് ദൈവഹൃദയത്തെ और वो വേദനിപ്പിക്കുന്നതാണ്. परमेश्वर के हृदय को दर्द देता है। ദൈവഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതാണ്. परमेश्वर के हृदय को दुखित करता है। ആകയാൽ ആർക്കെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ആ ചോർച്ച ഇന്നുകൊണ്ട് അടച്ചോണം. इसलिए अगर किसी को भी इस समान का गिरने का अवस्था है तो उस दरार को आज ही बंद कर दे। ഏതെങ്കിലും വിഷയത്തിൽ രഹസ്യമോ പരസ്യമോ ആയ വീഴ്ചയുണ്ടെങ്കിൽ ഇന്നുകൊണ്ട് ആ ചോർച്ച അവസാനിപ്പിക്കണം. किसी भी विषय में सामाजिक रूप से या निजी रूप से अगर गिरने की अवस्था है तो उसे ठीक करना होगा। അതിന് നമ്മൾ ആവോളം നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ യത്നിക്കണം. उसके लिए जितना हो सके हमारे शरीर और बल के रूप से हमें उसके लिए यत्न करना होगा। അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. तब परमेश्वर हमारी सहायता करेगा। വീഴാതെ അവസാനത്തോളം കൊണ്ടുചെന്ന് നിർത്താൻ കഴിവുള്ള ദൈവം നമ്മളെ സഹായിക്കും. गिरे बिना अंतिम जगह तक वो पहुंचाने के लिए योग्य जो परमेश्वर है वो हमें सहायता करेगा। നമ്മുടെ കഴിവ് കൊണ്ട് വീഴ്ചയിൽ നിന്ന് കരകയറാൻ കഴിയില്ല हमारी പ്രിയമുള്ളവരെ. क्षमता से हम जहाँ गिरे वहां से हम उठ नहीं सकते प्रिय लोगों। അതിന് നമ്മൾ ശ്രമിച്ചാൽ പിന്നെയും വീഴത്തേ ഉള്ളൂ. उसके लिए अगर हम कोशिश करेंगे फिर भी हम गिरते ही रहेंगे। വീഴാത്ത ഒരുവനുണ്ടെങ്കിൽ അവൻ നമ്മുടെ കൈക്ക് പിടിക്കണം. अगर गिरा ना हो ऐसा कोई है तो उससे ही हमारे हाथ को पकड़ना होगा।
होगा, നമ്മുടെ കർത്താവാണ്. वो तो हमारा प्रभु ही है। വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നത് പോലെ मनुष्य जो पानी में डूब रहा है और अपने हाथ को उठाकर मदद मांगता है, वैसे ही വളരെ തന്ത്രപൂർവ്വം രക്ഷിപ്പാൻ അറിയാവുന്നവൻ അവനെ രക്ഷിക്കും. बड़े ही अच्छे से जानने वाला ही उसे बचा सकता है। ഫയർഫോഴ്സുകാരൊക്കെ അല്ലേ വന്ന് വെള്ളത്തിൽ വീഴുന്നവരെ രക്ഷിക്കുന്നത്. और अब तो फायर फोर्स वाले ही है जो पानी पानी में गिरने वालों को बचाते हैं। പിന്നെ സ്കൂബ ടീമുണ്ട്. फिर एक स्कूबा टीम भी होता है। പല ടീം നോക്കിയാൽ ഇവിടുത്തെ വെള്ളത്തിൽ നിന്നേ രക്ഷിക്കാൻ പറ്റുള്ളൂ. और ഈ ടീമൊക്കെ നോക്കിയാൽ ये ഇവിടുത്തെ टीम വെള്ളത്തിൽ നിന്നേ देखेगा तो ही രക്ഷപ്പെട്ടുള്ളൂ. यहाँ के पानी से हमें बचा सकता है। എന്നാൽ പാപത്തിന്റെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അതിന്റെ മേൽ ജയം കൊണ്ട നമ്മുടെ കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. लेकिन पाप के जो दलदल में हम गिरे हैं, उसमें से हमें बचाने के लिए केवल हमारा प्रभु ही कर सकता है। അതുകൊണ്ട് അവൻ ഉള്ളതും മുഴുവനും തന്നാലാവത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകി തന്നു. इसलिए हमारे लिए उसने जो कुछ था वो सब हमारे उद्धार के लिए दे दिया। അതുകൊണ്ട് നമുക്കുള്ളത് മുഴുവനും നമ്മൾ ആവത് ആ വിഷയത്തിൽ നമ്മൾ ചെയ്യണം. और इसलिए हमसे जो कुछ बन पाए वो उस विषय में हम करते रहे। ആരെങ്കിലും വിചാരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഴ്ചയിൽ നിന്ന് കയറാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് കർത്താവിനോട് കർത്താവ് ഈ വീഴ്ചയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറ. कोई अगर ये सोचता है कि जहां मैं गिरा हूं वहां से मैं अकेले नहीं उठ पा रहा, तो आज तुम प्रभु से कह लो, प्रभु मुझे बचा लो। ദൈവം നിശ്ചയമായും രക്ഷിക്കും. निश्चय प्रभु आपको बचाएगा। ഞാൻ എപ്പോഴും പറയുന്ന ഒരു मैं കാര്യം, हर समय कहने वाली एक बात, ഒരു കാര്യവും നമ്മൾ ദൈവസന്നിധിയിൽ മൂടി വെക്കരുത്. कभी भी कोई बात को परमेश्वर के सन्निधि से हम ढाप कर न रखें। ഒരു പച്ച മനുഷ്യനായിട്ട് തന്നെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരണം. जैसा हो वैसा ही आपको परमेश्वर के सन्निधि में आना होगा। അവിടെ ആചാരത്തിന്റെയും മര്യാദയുടെയും ഒരു ആവശ്യവുമില്ല. वहाँ कोई ദൈവസന്നിധിയിൽ रीति रिवाज या मर्यादा की जरूरत नहीं परमेश्वर के सन्निधि അവിടെ में। എന്റെ സ്നേഹനിധിയായ അപ്പാന്നും പറഞ്ഞൊന്നും ചെല്ലേണ്ട वहाँ കാര്യമൊന്നുമില്ല. ऐसा भी कहने की जरूरत नहीं, मेरे प्यारे पिताजी। പൊതുവിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല. सामाजिक रूप से जब प्रार्थना करते हो तो ऐसे कर लो, कोई तकलीफ नहीं। പിന്നെ ഇവിടെ ഈ കൊച്ചു പിള്ളേരൊക്കെ അപ്പാ എന്റെ അപ്പാ എന്നെ ജനിപ്പിച്ച അപ്പാന്നും പറഞ്ഞല്ലേ ചെല്ലുന്നത്. और क्या यहाँ के बच्चे छोटे जो हैं ऐसे जाते हैं कि मुझे जन्म देने वाले पिता, मेरे पिता? അതൊക്കെ പഠിച്ചു വെച്ച ഭക്തിയായി കപടഭക്തിയായി നമ്മളെ ये രൂപപ്പെടുത്തിയെടുക്കുകയാണ്. सारी बातें तो हमें रटा रटा कर हमें कपटी बना दिया है। ദൈവം കപടഭക്തിയെ അങ്ങേയറ്റം വെറുക്കുന്നു. परमेश्वर कपटी भक्तियों से बहुत बैर रखता है। നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യവും ഭക്തിയുടെ വേഷമിട്ട് കൊണ്ടുവന്ന് हमारे നിർത്തരുത്. जीवन में प्रायोगिक आ सके ऐसे कोई भी दिखावे को हम पैर कर ना घूमे। തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം तीमुथियुस के दूसरे पत्र के 3 अध्याय का 5वां कलम പഠിച്ച് വായിക്കാം. ആ സ്തോത്രം. എന്തുണ്ടെന്ന് പറഞ്ഞ് എന്തില്ലാതിരിക്കുന്നു? क्या है कहकर क्या नहीं है। പറഞ്ഞേ, ദൈവഭക്തി ഉണ്ടെന്ന് പറയുകയും ദൈവഭക്തി ഇല്ലാത്തവരായി ജീവിക്കുകയും ചെയ്യുന്നു. ഇത് ദൈവം വെറുക്കുന്ന കാര്യമാണ്. और परमेश्वर का भक्ति है कहते हैं, लेकिन उस भक्ति के बिना जीते हैं, ऐसे से परमेश्वर बहुत बैर करता है। ദൈവമേ ഞാൻ നിന്നെ മുഴുവനായും സ്നേഹിക്കുന്നു, परमेश्वर मैं तुझे पूर्ण रीत से प्रेम करता हूँ। പക്ഷെ കാണപ്പെടുന്ന സഹോദരനോട് വൈരാഗ്യം പുലർത്തുന്നു എങ്കിൽ കപടഭക്തിയാണെന്ന് തിരിച്ചറിയണം. लेकिन देखने वाले भाई से अगर प्रेम नहीं रखते हो तो समझ लो कि कपटी भक्त हो आप। ഞാനോ മറ്റൊരാളോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമോ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവർ തിരിച്ച് സ്നേഹിക്കണമെന്ന് യാതൊരു നിർബന്ധവും. मैं या आप किसी से जैसे प्रेम करते हैं वैसे ही वो हमसे प्रेम करे, ऐसा कोई जिद नहीं है। ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതെ ഇരിക്കുകയും ചെയ്താൽ കപടഭക്തി എന്നാണ് അതിന്റെ പേര്. परमेश्वर से प्रेम करते हो लेकिन परमेश्वर के भक्त भाइयों से अब अपने भाइयों से प्रेम ना करो तो वो तो कपट भक्ति है। ആ ചോർച്ചയും ഇന്ന് അടച്ചിട്ട ഇവിടുന്ന് उस പോകാവുള്ളൂ. दरार को भी आज यहाँ से बंद कर ही जाना होगा। അതുകൊണ്ട് ഇനി ഒരു ചോർച്ചയും ഉണ്ടാകരുത്. अब ऐसा एक दरार से पानी न टपके। ദൈവ സ്നേഹത്തിൽ നമ്മൾ തികവുള്ളവരായി തീരണം. परमेश्वर के प्रेम में हम सिद्ध बनते जाएं। ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയമുണ്ടോ? माफ न कर सके ऐसा हृदय है क्या? എന്തെങ്കിലും പറഞ്ഞു നമ്മുടെ ഹൃദയത്തിന് മുറിപ്പെടുന്ന കാര്യമാണ്. कुछ भी कहकर हृदय में क्या घाव होता है? കുറച്ചു കാലം കഴിയുമ്പോൾ അത് മറക്കും.
कुछ समय के बाद भूल जाओगे, പക്ഷേ അതിന്റെ മുറിവ് അവിടെ അവശേഷിക്കും. लेकिन उसका घाव वहीं पे रहता है. അവസരം വരുമ്പോൾ പതുക്കെ അത് തല ഉയർത്തിക്കൊണ്ട് और വരും. अवसर जब आएगा तो ये घाव अपने सर को उठाकर आ जाएगा. അങ്ങനത്തെ മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ऐसा मन क्या तुम में किसी के पास है? ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് പറയുക, എന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ. ऐसा है तो आज परमेश्वर से आप कहे, प्रभु मुझे प्रेम करना सिखा. എണ്ണമറ്റ എന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നു. मेरे सारे अनगिनत पापों को आपने माफ किया. ശത്രുവായി ജീവിച്ച എന്നെ മിത്രവും പുത്രനുമാക്കി തീർത്ത शत्रु കർത്താവേ, रूपी जो जीवित था, मित्र और पुत्र के रूप में आपने मुझे बना दिया. प्रभु നീ എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് നിന്നെ സ്നേഹിക്കുവാൻ കൃപ തരണമേ എന്ന് आपने जैसे പ്രാർത്ഥിക്കാം. मुझसे प्रेम किया वैसे ही मैं आपसे प्रेम करूं. ऐसे एक कृपा मुझ में दिखाने के लिए प्रार्थना സ്നേഹമില്ലാത്തവരായി करें. നമ്മളാരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. प्रेम रहित हम नाश हो जाए, प्रभु ऐसा हमसे किसी से नहीं चाहता. നമ്മുടെ സ്നേഹത്തിൽ കുറവുണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. प्रभु जानता हम हमारे प्रेम में कमी हो सकता है. അതുകൊണ്ടാണ് ദൈവവചനത്തിനകത്ത് സ്നേഹത്തിൽ നിങ്ങൾ കുറവില്ലാത്തവരാകണമെന്ന് പറയുന്നത്. इसलिए तो परमेश्वर के वचन में लिखा है कि प्रेम में कभी कमी ना हो, ऐसे तुम बन जाओ. സ്നേഹം ഒരു ആചാരമായി തീരണമെന്ന് അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. प्रेम एक रिवाज बन जाए, इसलिए तो प्रेरित पौलुस ऐसे कहता है. നമ്മെ ഉപദ്രവിക്കുന്നവർ ഇവിടെ ഉണ്ടാകുമെന്ന്. हमें उपद्रव देने वाले यहाँ होंगे. അതുകൊണ്ട് പറയാ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. हमें सताने वाले के लिए प्रार्थना करने, इसलिए तो कहा है ശത്രുതയുള്ളവർ ഇവിടെ ഉണ്ടാകും. ശത്രുത, शत्रुता रखने वाले यहाँ होंगे. അവർക്ക് വിശന്നാൽ ആഹാരവും കുടിക്കാനും ഒക്കെ കൊടുക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. उनको जब भूख लगे तो खाना और पीने के लिए पानी देने के लिए, इसलिए तो कहा है. എന്നാൽ നമുക്ക് സ്ഥായിയായ രൂപാന്തരം വരുന്നില്ലെങ്കിൽ, लेकिन हमें स्थायी रूप से रूपांतरण नहीं आता तो, ദൈവവചനത്തിന്റെ കാതലായ ഈ ഭാഗങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, परमेश्वर के वचन के मुख्य बातें जो है हमारे जीवन में अमल ना कर पाओ तो, നമ്മുടെ ഭക്തിയെല്ലാം കപട ഭക്തി എന്ന തിരുവചനം വിളിപ്പിക്കുന്നത്. हमारी भक्ति तो कपटी भक्ति है, ये वचन हमें सिखाता है. അവിടെ ദൈവ ഭക്തിക്ക് ഒരു ശക്തി ഉണ്ടെന്നാ यहाँ പറഞ്ഞിരിക്കുന്നത്. परमेश्वर की भक्ति का एक ताकत है, यह शक्ति है कहा गया है. ദൈവഭക്തിയുടെ ശക്തി എന്താണ്? परमेश्वर की भक्ति की शक्ति क्या है? വലിയ ഭക്തൻ ഭക്തി എന്ന് പറയുമ്പോൾ അതിന്റെ അകത്തൊരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. बड़ा एक भक्ति जो भक्त अगर कहे भक्ति है तो उसमें एक शक्ति भी है. ആ ശക്തി എന്താണ്? वो शक्ति क्या है? ആ ശക്തി എന്ന് പറയുന്നത് എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ഒരു वो ശക്തിയാണ്. शक्ति ये है जो मुझे अपने आप में रूपांतरण लाता है. എന്റെ ഭക്തിയും അതിന്റെ കൂടെ ശക്തിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കും. मेरी भक्ति और उसके साथ उसकी शक्ति एक साथ कार्य करेगी. അപ്പോൾ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളും മാനസാന്തരവും എന്റെ ജീവിതത്തിൽ तो ഉണ്ടാകും. हमारे जीवन में बहुत ज्यादा मन फिराव और परिवर्तन होगा. ആ പരിവർത്തനം എന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ वो നടക്കും. परिवर्तन जब मेरे जीवन में होगा तो दूसरा एक कार्य भी होगा. എന്നോട് അടുക്കുന്നവരും ആ ഭക്തിയിലേക്ക് അടുത്തു വരുവാനിടയാകും. मेरे निकट जो आते हैं वो भी उसी भक्ति के निकट आते जाएंगे. ഭക്തി പ്രകടനം മാത്രമായാൽ ആൾക്കാരെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയും. भक्ति का अगर केवल प्रकटीकरण करते रहोगे तो लोग हमें उनसे दूर कर देंगे. സ്നേഹ ബന്ധങ്ങളെ അകറ്റുന്നതല്ല ഭക്തിയുടെ പ്രകടനം. प्रेम के रिश्तों को अलग करना नहीं है भक्ति का प्रकटीकरण. അകന്നു പോകുന്നതിനെ അടുപ്പിച്ചു നിർത്തുന്നതാണ് ഭക്തിയുടെ ശക്തി जो എന്ന് दूर हो പറയുന്നത്. गए उनको निकट लाए, यही तो भक्ति की शक्ति है. നമ്മൾ ഭക്തിയും ശക്തിയും എന്ന് പറഞ്ഞ് വായിച്ചു തള്ളിയാൽ മാത്രം പോരാ. हम भक्ति और शक्ति को केवल पढ़कर छोड़ दे, ऐसा नहीं बने. ഞാൻ കർത്താവിന്റെ ഭക്തനെങ്കിൽ ആ ശക്തി എന്റെ അകത്തുണ്ട്. मैं परमेश्वर का भक्त हूं तो उसकी शक्ति मेरे अंदर है. ആ ഭക്തിയുടെ ശക്തി എന്നെ മാനസാന്തരത്തിലേക്ക് वो നടത്തും. भक्ति का शक्ति जो है मुझे मन फिराव पे ले आएगा. ഈ എന്നോട് ഇടപെടുന്നവരും ഈ ദൈവത്തെ പരിചയപ്പെടും. जो कोई मुझसे लेन देन करेंगे वो भी इसी परमेश्वर से യെശയ്യാ पहचान 29 करेंगे. 13 വാക്യം यशायाह വായിക്കാം. नबी 29 का 13वां पढ़े. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയം അവർ എന്നിൽ നിന്ന് ദൂരത്തകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ കൽപ്പനയത്രേ. और मेरी ओर उनकी जो भक्ति है वो केवल मानुषिक रूप से रह गया है. ഈ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. एक कहानी सीखा है.
ഹൃദയം മരത്തെ തൂക്കിയേച്ച് പോന്നേക്കുവാന്നൊരു കുരങ്ങൻ പറഞ്ഞ കഥ. एक बंदर ने जिसने कहा कि मैंने तो अपना हृदय को पेड़ में टंगा कर आया हूँ। എനിക്ക് തോന്നുന്ന ഒരു രാജാവിന്റെ മകന് ചികിത്സയ്ക്ക് വേണ്ടി അതുണ്ടായിരുന്ന എന്റെ ഓർമ്മ. मेरी याद है तो एक राजा के बेटे की चिकित्सा के लिए जो कहानी है उस बातों को ഞാൻ कहता പറഞ്ഞു हूँ। വരുമ്പോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി. മുതലയുടെ പുറത്താണ് നദിയുടെ ഇങ്ങേ കരയിൽ അങ്ങേ കരയ്ക്ക് കുരങ്ങൻ പോയത്. और मगरमच्छ के पीठ पे बैठकर बंदर जो है एक किनारे से दूसरे किनारे जाता है। അപ്പം ഈ ഹൃദയത്തിന്റെ കാര്യം മുതല പറഞ്ഞു. और तब हृदय के बारे में मगरमच्छ से कहा। അപ്പൊ കുരങ്ങൻ ഒരു കാര്യം പറഞ്ഞു. तब बंदर ने एक बात कही। കുരങ്ങന് കാര്യം പിടികിട്ടി, ഇവൻ എന്നെ ഇന്ന് മുക്കുമെന്നുള്ള കാര്യം കുരങ്ങന് പിടികിട്ടി. और मगरमच्छ को बंदर को पता चल गया कि मगरमच्छ मुझे आज यहाँ डुबाने वाला है। അപ്പൊ കുരങ്ങൻ പറഞ്ഞു, ഞാൻ പോന്നപ്പോ ഇരുന്ന മരത്തേൽ എന്റെ ഹൃദയം തൂക്കിയിട്ടാ പോന്നെന്ന് പറഞ്ഞു. और तब बंदर ने कहा कि मैं जब आया तो मैंने तो अपने हृदय को जब बैठा हुआ पेड़ पे ही टंगा कर കഥയുടെ आया। ആരംഭ ഭാവവും അതിന്റെ അവസാനവും ഞാൻ ഓർക്കുന്നില്ല. സംഭവം ഇത്രയാണ്. कहानी का शुरुआत और अंत तो नहीं जानता, लेकिन बीच की घटनाएं यही। നമ്മളെ ഭക്തി ഉണ്ട്, ഹൃദയം മൊത്തം തമ്പുരാന് കൊടുത്തുന്നെന്ന് പറഞ്ഞ് വന്ന് നമ്മൾ ഇരിക്കും. हम तो यूं आकर बैठ जाएंगे कह कर के हमें भक्ति है और हमारे हृदय को पूरा हमने प्रभु को दे दिया है। പക്ഷെ കാര്യങ്ങൾ വരുമ്പോ ഈ ഹൃദയം എടുത്ത് നമ്മളെ മരത്തെ തൂക്കി. लेकिन जब बातें आएंगी तो हम हमारे हृदय को उसी समान पेड़ में टंगा देते എന്നിട്ട് ഒരു हैं ഹൃദയവും ഇല്ലാത്തവരെ പോലെ നമ്മൾ ജീവിക്കുകയും और പെരുമാറുകയും निर्दय ചെയ്യും. के रूप से हम अपने जीवन को बिताते रहते हैं। അപ്പൊ ഭക്തിയുടെ ശക്തിയെ ത്യജിച്ചാൽ മുതലയുടെ പുറത്ത് പോകുന്ന കുരങ്ങനെ പോലെ ഇരിക്കും. और भक्ति की शक्ति को अगर त्याग दे तो मगरमच्छ के ऊपर बैठकर जाने वाले बंदर समान हम हो അതല്ലെങ്കിൽ जाएंगे। മനഃപ്പാടമാക്കിയ ഭക്തി. और इस समान रट कर आई हुई भक्ति। നമ്മൾ ഒന്നിച്ചു കൂടുമ്പോ ഒരാൾ പ്രാർത്ഥിക്കാം, हम इकट्ठा होंगे तो एक जन प्रार्थना രണ്ട് करेगा, പാട്ട് പാടാം, 2 गीत गाएंगे, സങ്കീർത്തനം വായിക്കാം. भजन संहिता पढ़ेंगे। നമ്മൾ എന്നു മുതൽ തുടങ്ങി ഇന്നു വരെയും ഈ സ്ട്രക്ചറിന് നമുക്കൊരു വ്യത്യാസവും और ഇല്ല. जब से शुरू हुआ तब से आज तक इस ढांचे में कोई बदलाव नहीं हुआ। വ്യത്യാസം വരുത്തണമെന്നല്ല ഞാൻ പറയുന്നത്. परिवर्तन लाने के लिए नहीं कहता मैं, പക്ഷെ ഇതിങ്ങനെ പാരമ്പര്യമായി ഇത് ചെയ്തു വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു വ്യത്യാസമുണ്ട്? लेकिन ये परंपरा रूपी हम कर आते हैं तो हमारे जीवन में इससे क्या परिवर्तन ഈ होता है? ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് കഴിയുന്നു. ये परमेश्वर के वचन को पालन कर क्या हम जी पाते हैं? മനഃപ്പാടമായ ഭക്തി. और जो रटा हुआ जो भक्ति, ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, കൈകൊട്ടുണ്ട്, आराधना है, पवित्र आत्मा का निवेशा है, ताली പ്രാർത്ഥനയുണ്ട്, बजाते हैं ദശാംശമുണ്ട്, और 10वां अंश भी हम देते हैं മനഃപൂർവ്വം ദാനങ്ങൾ और കൊടുക്കുന്നുണ്ട്. जानबूझकर हम भेंट भी देते हैं। വരുന്നവരെ മുഴുവനും जो സൽക്കരിക്കുന്നുണ്ട്. कोई आते हैं उनका सबका हम सत्कार करते हैं, വേണ്ടുന്നതിലധികം കൊടുക്കുന്നുണ്ട്. देने से बढ़कर हम देते भी हैं। പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് ഭിന്ന മനോഭാവമാണെങ്കിൽ എന്തേ പ്രയോജനം? लेकिन हृदय के अंदर भेद है मनभाव में, तो क्या फायदा इसका? കൊടുക്കണമെന്നുള്ളത് നമ്മൾ മനഃപ്പാഠ്യമാക്കിയ കാര്യമാണ്. देना है ये तो हमने रीति रिवाज बना दिया है। അതിഥി സൽക്കാരം നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കുന്ന अतिथि का കാര്യമാണ്. सत्कार करना ये भी हमने परंपरा बना दिया ഇവിടെ है। നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അത് നമ്മൾ മനഃപ്പാഠമാക്കി या വെച്ചിരിക്കുകയാണ്. जो कुछ हमने किया है वो सारी बातें रट कर करते हैं। 1 9 സഭായോഗം നടത്തുവാൻ ഒരു പുസ്തകത്തിന്റെ സഹായമില്ലാതെ എന്നെ കൊണ്ട് ചെയ്യാൻ और പറ്റും. 1 से 9 तक का सभा चलाना कोई किताब देखे बिना मैं कर सकता हूँ। പക്ഷേ ഇതിനകത്ത് പറയുന്നത് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം? लेकिन इसके अंदर जो कहा है अपने जीवन में प्रायोगित नहीं कर पाएंगे तो ഇത് क्या മൊത്തം फायदा? ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ മനഃപ്പാഠമാക്കി इसके വെച്ചിരിക്കുകയാണ്. ढांचा को तो इस समान हमने रट कर बना दिया है। വീട് പ്രതിഷ്ഠയ്ക്ക് ഏത് സങ്കീർത്തനം വായിക്കണം? घर की समर्पण में क्या भजन संहिता पढ़ना? കല്യാണത്തിന് 45 സങ്കീർത്തനം വായിക്കണം. ब्याह में 45 भजन संहिता पढ़ना। മരിക്കുന്നിടത്ത് 90 സങ്കീർത്തനം വായിക്കണം. मरने वाले जगह पे 90 भजन संहिता पढ़ना। ഇങ്ങനെ ഇതെല്ലാം നമ്മൾ പഠിച്ചു ये വെച്ചിരിക്കുകയാണ്. सारी बातें हमने रट कर रख ली है। പക്ഷേ ഈ വചനത്തിനകത്ത് പറയുന്ന കാര്യം നമ്മൾ പ്രാവർത്തികമാക്കുന്നു. लेकिन ये वचन के अंदर जो कई बातें क्या हम प्रायोगिक करते हैं? ഇല്ല എങ്കിൽ ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് नहीं। അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന കപടഭക്തന്മാരായി നമ്മൾ ഈ നാലുകെട്ടിന്റെ അകത്തിരുന്നെഴുന്നേറ്റ് പോവുകയാ. नहीं है तो भक्ति की शक्ति का धारण करने वाले वो कपटी के समान हम जो वेश बनाकर पहनकर यहाँ 4 दीवारी में बैठकर जाने वाले बन गए हैं। നമ്മൾ ആവോളം നമ്മളെ മുഴുവനും ഈ ഭക്തിക്കും ശക്തിക്കും വേണ്ടി നമ്മൾ हम ഏൽപ്പിച്ചു से കൊടുക്കുന്നില്ലെങ്കിൽ जित- ഒരു പ്രയോജനം
പ്രയോജനവുമില്ല. हमसे जितना हो सके उतना अगर इस भक्ति और शक्ति के लिए अपने आप को समर्पण ना कर दे तो हम में कोई फायदा नहीं. അടുത്ത ഒരു കാര്യം, പാപവുമായിട്ട് ഒരിക്കലും ഒരു ഒത്തുതീർപ്പിന് നമ്മൾ തയ്യാറാകരുത്. दूसरी एक बात कि पाप के साथ कोई मेल मिलाप के लिए कभी हम तैयार ना हो जाए. അങ്ങനെ ചെയ്താൽ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയില്ല. ऐसा कर लोगे तो प्रभु हमारी प्रार्थना ना सुन पाएगा. 66 സങ്കീർത്തനത്തിന്റെ 18 വാക്യം, ഹൃദയത്തിൽ ഞാൻ പാപം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. 66:18 भजन संहिता. മനസ്സില് ഞാന് പാപോ ഒക്കെ സൂക്ഷിച്ചു വെച്ചാല് കർത്താവ് കേൾക്കുകയില്ല. मन में यदि पाप की अनर्थ की बातें रखता तो प्रभु मेरी बातें नहीं सुनता. പാപം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. पापियों का प्रार्थना प्रभु नहीं सुनता. അവന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നമ്മൾ जो വായിക്കുന്നു. उसके पसंद की बातों को करता है उनकी ही प्रार्थना सुनता है, वचन कहता है. പാപത്തെ ഹൃദയത്തിൽ എത്ര നാൾ സൂക്ഷിച്ചുകൊണ്ട് നടന്നാലും ഇന്നത്തെ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല. पाप को हृदय में कितने साल संभाल कर रख लो, लेकिन आज के परमेश्वर के भक्त लोगों को कोई फर्क नहीं पड़ता. മനസ്സിൽ സൂക്ഷിക്കുന്ന ചെറിയ പാപങ്ങൾ വലിയ തകർച്ചയ്ക്ക് കാരണമായി തീരും. मन में जो छुपाए हुए पाप जो है जीवन में बड़े हार का कारण बन जाएगा. അതുകൊണ്ട് നമ്മൾ ആവോളം മുഴുവനും കൊടുത്ത് നമ്മൾ അതിന് പരിഹാരം और വരുത്തണം. इसलिए हमसे जितना बन सके वो सारी बातें देते हुए इनसे हमें एक हल निकालना ही पड़ेगा. അകത്തുള്ളത് മുഴുവനും വെളിയിലേക്ക് ചാടിച്ചു കളയണം. अंदर जो है सारी बातों को बाहर फेंकना है. നമ്മുടെ ഹൃദയമാണ് സകല ദുഷ്ടതയുടെയും വഴക്കിന്റെയും പാപത്തിന്റെയും ഒക്കെ ഇരിപ്പിടം. हमारा हृदय ही है वो निवास स्थान जहाँ पे सारे दुष्ट बातों की बातें रहती है. മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്നതൊന്നും അവനെ അശുദ്ധനാക്കുന്നില്ല. मनुष्य के अंदर जो बातें जाती है कोई उसे अशुद्ध नहीं करता. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. हृदय के अंदर से बाहर जो निकलता है वही बातें मनुष्य को अशुद्ध करता അതുകൊണ്ട് है. ദൈവത്തോട് ഇന്ന് പകല് നമുക്ക് പ്രാർത്ഥിക്കാം. इसलिए परमेश्वर से आज सुबह हम प्रार्थना कर पाए. ദുഷ്ടതയുടെ ഇരിപ്പിടമായ എന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ. दुष्टता का निवास स्थान जो मेरा हृदय बन चुका है मुझे जरा शुद्ध कर दे. ഈ പറയുന്ന ഞാനും അത്ര മെച്ചപ്പെട്ട ആളാണെന്നൊന്നും നിങ്ങൾ जो कहने वाला मैं हूँ वो भी ठीक हूँ ऐसा आप ना सोच ले. എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഏതെങ്കിലും മൂലയ്ക്കൊക്കെ എന്തെങ്കിലും കിടപ്പുണ്ട്. सभी के हृदय में कहीं ना कहीं कुछ तो बुरी बातें पड़ी हैं. ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഈ വചനം എന്നോടും സംസാരിച്ചു मेरे एक एक बातें जो मैं बांटता हूँ तो ये वचन मुझसे भी बात करती हैं. നിങ്ങളെക്കാൾ അധികം ഈ കാര്യത്തിൽ ക്രമീകരണം വരുത്തേണ്ടയാള് നിങ്ങളുടെ ഉപദേശിയാണ്. आपसे ज्यादा ये बातों पे जो ठीक करने वाला मैं जो पासवान हूँ. ഇന്ന് പകല് തുറന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ സമ്മതിക്കുവാൻ കഴിയുമോ? आज कर हृदय मन के साथ क्या परमेश्वर के सन्निधि में स्वीकार पाओगे? ഒരു തീരുമാനത്തിൽ ഉറച്ച് ഇവിടെ നിന്ന് ഇന്ന് പകൽ എഴുന്നേറ്റ് പോകുവാൻ एक കഴിയുമോ? निर्णय के साथ क्या यहाँ से हम आज उठकर जा पाएंगे? പാപവുമായിട്ട് എനിക്കൊരു ഒത്തുതീർപ്പും ഉണ്ടാവുകയില്ല. पाप के साथ मेरा कोई मिलाप नहीं होगा. അതിന്റെ മേൽ ജയം പ്രാപിക്കുവാൻ എന്നാൽ ആവോളം ഉള്ളത് മുഴുവനും ഞാൻ വീട്ടുകളയും. उसके ऊपर जयवंत होने के लिए मुझ में जो कुछ है वो सारी बातें मैं दे दूंगा. ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തവനായി ഞാൻ ജീവിക്കുകയില്ല. भक्ति है कर कर नहीं है ऐसे मैं ना जीऊंगा. കർത്താവേ, യഥാർത്ഥ ഭക്തനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. परमेश्वर एक सच्चा धर्मी व भक्त बनने के लिए मैं चाहता हूँ. ദൈവമേ, നിനക്ക് നീരസമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. प्रभु तुझे ना पसंद हो ऐसी कोई बात मेरे जीवन में ना बन जाए. വഴക്ക്, കലമ്പൽ, ചോർച്ചയുള്ള വീട് പോലെയാണ് ദൈവമേ. झगड़ा जो है वो छत जिसमें दरार और छेद है और टपकने वाले समान है. അതുകൊണ്ട് ഈ വിള്ളൽ അടയ്ക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഉത്സാഹിക്കും. इसलिए ये दरार को बंद करने में जितना हो सके करूंगा. മൂഢനായ മകൻ അപ്പന് നിർഭാഗ്യം. और मूर्ख जो बेटा है पिता के लिए निर्भाग्य है. ഭാര്യയുടെ വഴക്ക് തീരാത്ത കലമ്പൽ പോലെ. पत्नी का जो झगड़ा है वो कभी खत्म ना होने वाला कलेश മഴക്കാലത്ത് है. ചോരുന്ന വീട്ടിൽ താമസിക്കുന്നത് പോലെയാ വഴക്കുള്ള വീട്ടിലോ വഴക്കുള്ള സഭയിലോ ജീവിക്കുന്നത്. बारिश के समय में वो छत के नीचे रहने जैसा है जहाँ से ये टपकता है. കുടുംബത്തിലും സഭയിലും സുരക്ഷിതത്വം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. कलीसिया और घरों में पर लोग जो है सुरक्षा को चाहते हैं. ആ സുരക്ഷിതത്വത്തെയും സമാധാനത്തെയും ഇല്ലായ്മ ചെയ്തു കളയുന്ന ഒരു കാര്യത്തിനും ഞാൻ കാരണമാവുകയില്ല എന്ന് ഉറപ്പിക്കുക.
वो सुरक्षा के विपरीत रहने वाले कोई भी कारण में मैं भागीदार ना होऊंगा, ऐसे एक दृढ़ता आ जाए। ഉള്ളതു മുഴുവനും കൊടുത്ത് എന്നാലാവത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറച്ച തീരുമാനം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. एक निर्णय आप और मैं ले पाए कि ऐसी बातों में हम कभी ना मिलेंगे। തീരുമാനങ്ങൾ 1, 2, 3 ഞാൻ പറയാം. निर्णय 1, 2, 3 मैं कहता हूँ। ഒന്ന്, ഞാൻ ഒരു വഴക്കാളിയായി ജീവിക്കില്ല. पहला तो मैं झगड़ा करने वाले समान न എന്റെ जीऊंगा। ഭർത്താവിനോട് ഞാൻ വഴക്കുണ്ടാക്കില്ല. मेरे पति से मैं ना झगड़ूंगी। ഞാൻ ഇടപെടുന്ന ഒരു മേഖലയിൽ ഞാൻ मैं വഴക്കുണ്ടാക്കില്ല. किसी भी मंडल में जहाँ भागीदार हूँ वहाँ झगड़ा नहीं करूंगा। രണ്ടാമത്തെ കാര്യം, दूसरा बात, ദൈവത്തിന് നീരസം വരുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ ദൃഷ്ടി പതിപ്പിക്കില്ല. परमेश्वर को पसंद ना हो ऐसी एक भी बात में अपनी दृष्टि को न डालूंगा। ഭക്തി ഇല്ലാതെ ഭക്തി ഉള്ളവനെന്ന് ഞാൻ നടിക്കുകയില്ല. भक्ति नहीं लेकिन भक्ति है इस समान में कभी ना नाटक करूंगा। നാലാമത്തെ കാര്യം, പാപവുമായിട്ട് ഞാനൊരു ഒത്തുതീർപ്പിനും चौथी തയ്യാറാവുകയില്ല. बात, पाप के साथ कोई मेल मिलाप के लिए मैं तैयार ना होंगी। എബ്രായ ലേഖനത്തിലെ വാക്യം, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കുമെന്നുള്ള തീരുമാനം ഇന്നു പകലിൽ ഇവിടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ അകത്തുണ്ടാകട്ടെ. इब्रानी किताब में जिस समान लिखा है कि पाप के खिलाफ रहते हुए अंतिम क्षण तक मैं लड़ूंगा, ये आज हम सबका एक निर्णय बन जाए। നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. हम अपने आंखों को परमेश्वर की सन्निधि में बंद करें। നമ്മുടെ ആത്മീയ അവസ്ഥയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. हमारे आत्मिक जीवन में एक परिवर्तन हो जाए। ആത്മീയ മന്ദതയ്ക്ക് അവസാനം ഉണ്ടാകട്ടെ. आत्मिकता में जो ठंडापन है उसमें एक बदलाव हो ആത്മീയമായ जाए। തണുപ്പിന്റെ അവസ്ഥയ്ക്ക് ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ. आत्मिकता में जो आलसपन है उसमें एक रूपांतरण हो जाए। ദൈവവചന പ്രകാരം ജീവിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के वचन के आधार में जीने के लिए अपने आप को सौंप दें। എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ सभी എഴുന്നേറ്റ് നിൽക്കാം. लोग क्षण भर परमेश्वर की सन्निधि में खड़े हो जाएं। എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. सभी लोग खड़े हो जाएं। हालेलुया. हालेलुया. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. सभी लोग खड़े हो നമ്മുടെ जाएं। ഹൃദയത്തെ നമുക്ക് अपने ദൈവസന്നിധിയിലേക്ക് हृदय को ഉയർത്താം. हम परमेश्वर के सम्मुख छोड़ समर्पण करें। നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. हम ऐसे प्रार्थना करें, ദൈവമേ, ഈ 2026 മുഴുവൻ ജീവിക്കുവാൻ അനുവദിക്കുന്ന പക്ഷം परमेश्वर ये 2026वां साल पूरा जीने के लिए अगर अनुमति देते हो तो, അല്ല, അവിടുന്ന് വരുന്നത് വരെ ना तो तेरे आगमन तक അങ്ങയുടെ വചനമനുസരിച്ച് आपके वचन का आज्ञा को पालन करते ഇന്നത്തെ हुए തീരുമാനപ്രകാരം आज के निर्णय के समान ജീവിക്കുവാൻ जीने के लिए അങ്ങയുടെ പരിശുദ്ധാത്മാവ് आपका जो पवित्र आत्मा എന്നെ है സഹായിക്കണമേ എന്ന് मुझे പ്രാർത്ഥിക്കാം. सहायता करे, ऐसे हम प्रार्थना करें। हालेलुया. हालेलुया। ദൈവം നമ്മെ സഹായിക്കട്ടെ. प्रभु हमें सहायता करे, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ परमेश्वर का प्रसन्न जीवन जीने के लिए हम अपने आप को सौंप നമ്മുടെ दें। പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. हमारे समस्याओं का हल निकले, നമ്മുടെ മാനസിക വ്യതകൾ മാറട്ടെ. हमारे मानसिक दुविधाएं हट जाएं, ഹൃദയത്തിന്റെ മുറിവുകൾ ഉണങ്ങട്ടെ. हृदय के घाव भर जाएं। ദൈവവചനത്തിനും ദൈവാത്മാവിനും പ്രവർത്തിക്കുവാൻ നമ്മളിൽ ഇടമുണ്ടാകട്ടെ. परमेश्वर की आत्मा और परमेश्वर को कार्य करने हम में പണ്ടത്തെ जगह बने। പോലെ ഒരു നല്ല കാലം നമുക്കുണ്ടാകട്ടെ. पहले के दिनों के समान बेहतरीन दिन हमें हो ഞങ്ങൾ जाए। ജീവിക്കേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് हमें പ്രാർത്ഥിക്കാം. जीने के लिए, हमें वापस लौटाने के लिए हम ഇവിടെ प्रार्थना ജീവിച്ച് करें। അവസാനിക്കുവാനല്ല, ऐसे जी कर खत्म करने नहीं, ജീവിതം പ്രാപിക്കേണ്ടതിന്, जीवन को प्राप्त करने के लिए, ജീവൻ പ്രാപിക്കേണ്ടതിന്, जीवन को प्राप्त करने के लिए, സമൃദ്ധിയായ ജീവൻ പ്രാപിക്കേണ്ടതിന് समृद्धि वाला जीवन पाने के लिए ഏൽപ്പിച്ചു കൊടുക്കാം. प्रभु के हाथ में अपने आप को सौंपे। സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ हम गीत गा के परमेश्वर की Hallelujah. महिमा कर पाए।